താജ്മഹൽ, ഷാജഹാന്റെ പ്രണയ സമ്മാനം. താജ്മഹലിൻ്റെ പേര് തേജോ മഹൽ എന്നാണെന്നും ഇതൊരു ശിവക്ഷേത്രമായിരുന്നു എന്നും വലിയ വാദം BJP സംഘപരിവാർ നേതാക്കൾ സജീവമായി ഉയർത്തിക്കൊണ്ട് മധുരയെ പോലെയോ അതല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം പോലെയോ വലിയൊരു തിരഞ്ഞെടുപ്പ് വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല. നാളെ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇതായിരിക്കും പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും ഈ നാട്ടുകാർക്ക്, ആഗ്രയിലെ ഈ ഗ്രാമീണർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കച്ച്പുര ഗ്രാമമാണിത്, താജ്മഹലിന് പിറകിലുള്ള ഗ്രാമം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമയത്ത് നമ്മളിവിടെ വന്നിരുന്നു. അവിടെയായിരുന്നു അന്ന് വോട്ടിംഗ് സെൻ്റർ അല്ലേ? വൈകുന്നേരം നമ്മൾ അതിന്റെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി താജ്മഹൽ കാണിച്ചു. BJP आदमी बोला था वो ताजमहल नहीं, वो तेजो महल है. आप क्या सोच रहे हैं आप? नहीं, वो ताजमहल ही है, तेजो महल नहीं हो सकता. वोट के लिए चल रहा है सब. वोट के लिए? और क्या. तो बताइए, इसने पहले 20 साल पहले क्यों नहीं बोला, 40 साल पहले क्यों नहीं बोला? जब भी तो ताजमहल था ना, अभी थोड़ी मंदिर हो गया. दीदी कैसे? अच्छे हैं. अच्छे. हाँ, मंदिर कहाँ है? वो तो ताजमहल है. ये सब हिंदू और मुस्लिम लेके चल रहे हैं. पॉलिटिक्स जो है BJP लेके आई है, तेजो महल है और यहाँ पर शिव मंदिर था. इसमें ताजमहल ही रहना चाहिए क्योंकि उसमें कोई पॉलिटिक्स ना खेली है तो अच्छा है. BJP वैसे तो बढ़िया काम कर रही है, बस जो महंगाई है इसको कम करे और मजदूरों को काम नहीं मिलता है, वो मिलना चाहिए. താജ്മഹൽ തന്നെ എന്നാണ് ഇവിടെയുള്ള ആളുകൾ, ഈ ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത്. അനാവശ്യമായ വിവാദങ്ങളൊക്കെ എന്തിന് എന്ന ചോദ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും താജ്മഹലിന് പിറകിലുള്ള ഗ്രാമക്കാർക്ക് യാതൊരു സംശയവും ഇക്കാര്യത്തിലില്ല. മറ്റു പലർക്കുമാണ് സംശയം എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നിന്ന് വൈശാഖ് ജയപാലനുണ്ട്. ഞങ്ങൾ യാത്ര തുടരുകയാണ് ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ.